ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എൻ്റെ പേര് ഗോകുൽ. ഞാനിന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് റിയൽമിയുടെ ബഡ്സ് ക്യൂ. ഇപ്പോൾ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 6-7 മാസത്തോളമായി. നല്ല ഗ്യാപ്പ് വന്നു കഴിഞ്ഞു. ഇച്ചിരി ഒരു ഓൾഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എന്നാലും ഞാനൊരു ചെറിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് ഇത് ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്കും 1599 രൂപയ്ക്കാണ്, അതായത് 1600 രൂപയ്ക്കാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഓൺലൈനല്ല വാങ്ങിച്ചത്, സ്റ്റോർ വഴിയാണ് വാങ്ങിച്ചത്. ആ ഒരു വാങ്ങിച്ച സമയം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ മറന്നുപോയി. ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പാക്കറ്റിൽ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ MRP ആണ് കൊടുത്തേക്കുന്നത്, 2500 രൂപയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കറിയാം അതല്ല എന്തായാലും പ്രൈസ് എന്ന് പറയായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഓൺലൈനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലാണ് ഇവന്മാർ മെയിൻലി നമുക്കറിയാമല്ലോ, റിയൽമിയുടെ ഡീലേഴ്സ് കൂടുതലും വിൽക്കുന്നത് അവർ ഫ്ലിപ്കാർട്ടിലായിരിക്കും. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ ഈ ഒരു ബഡ്സ് ക്യൂ എന്ന് പറയുന്ന സാധനത്തിന് 3 കളറിന് 3 പ്രൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, 3 കളറിന് 3 പ്രൈസ്. അതായത് ബ്ലാക്കിന് ഒരു പ്രൈസ്, വൈറ്റിന് വേറൊരു പ്രൈസ്, അതുപോലെ തന്നെ യെല്ലോയ്ക്ക് വേറൊരു പ്രൈസ്. ബ്ലാക്ക് ഇത് നോക്കിയപ്പോഴത്തേക്കും 2000 അടുപ്പിച്ചു, 1999 രൂപ, 2000 രൂപ. പിന്നെ വൈറ്റ് വന്നപ്പോഴത്തേക്കും 1819 രൂപ. പിന്നെ യെല്ലോ വന്നപ്പോഴത്തേക്കും 1799 രൂപ. സോ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. കളറിൻ്റെ ബേസിസിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്തുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ എഡിഷൻ സാധനമൊന്നുമല്ലല്ലോ, ജസ്റ്റ് ഒരു കളറിൻ്റെ ബേസിസുള്ള ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ സ്റ്റോറിൽ പോയപ്പോൾ ഇതില്ല, അതല്ലേ. ഇപ്പം എല്ലായിടത്തും അതേപോലെ ആണെങ്കിൽ കുഴപ്പമില്ല, സ്റ്റോറിൽ പോയപ്പോൾ ഇതില്ല. അപ്പോൾ ജസ്റ്റ് സെല്ലേഴ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് അവന്മാർ MRP ഇട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ ഇത് വളരെ ഒരു വല്ലാത്തൊരു ഇതായി പോയി. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഒരു ജനറലി ഫുള്ളായിട്ട് കൂടുന്നതും കുറയുന്നതും പോട്ടെ, പക്ഷേ ജസ്റ്റ് കളറിൻ്റെ ബേസിസിലൊക്കെ ഓരോരുത്തരുടെയും താല്പര്യമില്ലേ കളറൊക്കെ, അതൊക്കെ അത് ഇത്രയും എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ബഡ്സ് പോലത്തെ ഒരു പ്രോഡക്റ്റിലൊക്കെ വളരെ മോശമായി പോയി. അത് വേറെ കാര്യം. ഇപ്പോൾ എന്താണെങ്കിലും ഞാനിത് ഒരാഴ്ചയായിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാലും വളരെ നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് ഇത് കാണുക. സോ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി ഇപ്പോൾ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ആ കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾ പാക്കേജ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇത് വളരെ എന്താ പറയുക, ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനം നമുക്കറിയാം. മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു പ്രൈസിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ചങ്കി ആയിട്ടുള്ള ഡിവൈസസ് ആണ് കൂടുതലും. ഇയർബഡ്സ്, ട്രൂ വയർലെസ് ഇയർബഡ്സിലോട്ട് വരുമ്പോഴത്തേക്കും. പക്ഷേ ഇതിലെനിക്ക് കാണാൻ പറ്റിയത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കേസ്. ഈവൻ നമുക്കിപ്പോൾ ടോപ്പ് ആൻഡ് ഐഫോണിൻ്റെ കേസസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും നമുക്ക് ആ ഒരു കോമ്പാക്ട്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ലൈറ്റ് വെയിറ്റിൻ്റെ കാര്യത്തിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ടോട്ടലി പറയുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാനിപ്പം 2-3 തവണ ഇതൊന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു. 2-3 തവണ ഡ്രോപ്പ് ചെയ്തായിരുന്നു. അതിന് മെയിനായിട്ടുള്ള കാരണം ഇച്ചിരി ഒന്ന് സ്ലിപ്പറിയാണ് സാധനം. നമ്മളെ കയ്യിലങ്ങ് നല്ല ഗ്രിപ്പിൽ നിൽക്കുന്നില്ല. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കാം. എന്നാലും പ്ലാസ്റ്റിക്കിൽ പ്രത്യേകിച്ച് മാറ്റ് ഫിനിഷിങ് കൂടെ വന്നപ്പോഴത്തേക്കും ഉള്ള ഒരു പ്രശ്നമാണത്. കാരണം പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകും. അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി പലപ്പോഴും. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കേസുകളിലും നമുക്ക് കുറേ നാൾ ഉപയോഗിക്കുമ്പോഴേ കറക്റ്റ് ഒരു പിക്ചർ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതുവരെ ഞാൻ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ 3-4 തവണ വീണിട്ട് പോലും വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ക്ലാമ്പിംഗ് ഫോഴ്സ് അത്ര നല്ലതല്ല. അതായത് നമുക്ക് ആ ഒരു വളരെ ചെറിയൊരു ഫോഴ്സാണ്. അതുകൊണ്ടോ ഇവിടെയൊക്കെ വരുമ്പോഴാണ് ആവുന്നത്. അല്ലാതെ നേരത്തെ അതുവാണെങ്കിലും വളരെ ചെറിയൊരു ഫോഴ്സാണ്. അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 2 ഇൻ്റർ കണക്റ്റഡ് ആണ്. അതായത് നമുക്കിപ്പം കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ ഒരു അകത്ത് കിടക്കുന്ന ആ ഒരു എന്താ പറയുക ഡിവൈസ് നല്ലപോലെ അനങ്ങുന്നുണ്ട്. അതായത് അകത്തുള്ളതും മാഗ്നറ്റിക് ആ ഒരു ഫോഴ്സാണല്ലേ, മാഗ്നറ്റിക് ഫോഴ്സ് കാരണമാണ് അവിടെ കറക്റ്റ് ക്ലാമ്പ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്നുണ്ടോ ഇത്രേ ഉള്ളൂ. നേരെ താഴെ പോകേണ്ടതായിരുന്നു, പക്ഷേ ജസ്റ്റ് ഈ അടപ്പുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇളകി ഫുള്ള് വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ആ ഒരു ക്ലാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ചെറുതായിട്ട് ഞാൻ ഒന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പോർഷനാണ് കൊടുത്തതല്ലേ, എന്നിട്ട് പോലും അതങ്ങ് ഊരി വന്നു. അപ്പോൾ ആ ഒരു മാഗ്നറ്റിക് ആ ഒരു ക്ലാമ്പ് അത്ര നല്ലതല്ല. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ട്രാവലിലൊക്കെ പോക്കറ്റിലൊക്കെ ഇടുവാണെങ്കിൽ, അറിയാതെ നമ്മൾ അടപ്പൊക്കെ തുറന്നു പോകാനാണെങ്കിൽ ചിലപ്പോൾ അതങ്ങ് ഇളകി അങ്ങ് പോവും. അതുപോലെ ബാഗിലൊക്കെ ഇടുവാണെങ്കിൽ ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. വളരെ കുറച്ച് ചാൻസേ ഉള്ളൂ, എല്ലായിടത്തും പ്രാക്ടിക്കൽ അല്ല. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്തതാണത്. ഇനി നമുക്ക് ഇതിൻ്റെ കംഫർട്ട് ആൻഡ് ഫിറ്റിനെ പറ്റി നോക്കാം. ആക്ച്വലി ഇത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരാൾക്കും ഇതിൻ്റെ ഫിറ്റ് അടിപൊളിയാണ്, നിങ്ങൾക്ക് ചേരും, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക കംഫർട്ടാണ്, നല്ല കംഫർട്ടാണ് ഇത് തരുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, ഓരോ ആൾക്കാരുടെ ചെവി ഓരോ രീതിയാണ്. സോ കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവാണ്. എന്നാലും എൻ്റെ പേഴ്സ്പെക്റ്റീവ് വെച്ച് പറയുവാണെങ്കിൽ ഈ ഒരു ഇയർബഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബഡ്സ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കിട്ടാൻ വളരെ പാടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മോളും ആയതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതിന് ഇന്നിയർ ബഡ്സ് ആണ്, അതായത് നമ്മൾ ഇയർ കനാലിലോട്ട് കുറച്ചൊന്ന് ഇറങ്ങി നിൽക്കുന്നൊരു ബഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സീല് കിട്ടും. നമുക്ക് ആ കംപ്ലീറ്റ്ലി എൻവിറോൺമെൻറ്റ് സൗണ്ട്സിൽ നിന്നുള്ളൊരു സീല് കിട്ടും. അത് കാരണം നമുക്കൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാകും. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അല്ല, പാസീവ് നോയ്സ് ക്യാൻസലേഷൻ. അതായത് ഈ ഒരു ഇയർബഡ്സിൻ്റെ സ്ട്രക്ചർ കാരണം കിട്ടുന്ന ഒരു നോയ്സ് ക്യാൻസലേഷൻ. അല്ലാതെ നമുക്ക് അതിനായിട്ടുള്ള ഒരു ഇൻബിൽറ്റ് എന്തെങ്കിലും ചിപ്പോ അങ്ങനെ ഒന്നുമില്ല നോയ്സ് ക്യാൻസലേഷൻ അഡീഷണൽ ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. പക്ഷേ നമ്മളിത് 1 hour 2 hourനൊക്കെ മേളിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ച് ഒരു ചെറിയൊരു ഫാറ്റിഗ് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ചെവിയുടെ ഒരു മേൾ ഭാഗത്തൊക്കെ വന്ന് ചെറിയൊരു വേദനയൊക്കെ ഫീൽ ചെയ്തു. എനിക്കത് പേഴ്സണലി വന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഈ ബോക്സിൻ്റെ കൂടെ തന്നെ അവർ 3 ഇയർ പാഡ്സ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ കൂടെ വരുന്ന അവർ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സൈറ്റ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് മീഡിയം ആണ് ഇവർ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത്. നമുക്ക് ലാർജ് ഉണ്ട്, അതുപോലെ തന്നെ സ്മോളും ഉണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള സൈസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ബെസ്റ്റ് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ എൻവിറോൺമെൻറ്റൽ റെസിസ്റ്റൻസിനെ പറ്റി പറയുകയാണെങ്കിൽ IPX4 ആണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേറ്റിംഗ്. അപ്പോൾ എക്സിൻ്റെ അർത്ഥം ഒന്നുമില്ല. ഇപ്പം ഡസ്റ്റ് റെസിസ്റ്റൻസി അവരൊന്നും പറഞ്ഞിട്ടില്ല. വാട്ടർ റെസിസ്റ്റൻസി 4 പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്, പക്ഷേ നമുക്ക് ആ ഒരു ഹെവി ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. സ്പ്ലാഷ് എന്ന് അവർ മെയിൻലി ഉദ്ദേശിക്കുന്നത് സ്വെറ്റ് റെസിസ്റ്റൻസിനെയാണ്, അല്ലാതെ ചുമ്മാ വെള്ളം എടുത്ത് നമ്മൾ മുഖത്തോട്ട് ഒഴിക്കില്ലല്ലോ. അങ്ങനെ പ്രോബബ്ലി മിക്ക കേസിലും അങ്ങനെ നടക്കാറില്ലല്ലോ. സോ ആ ഒരു സ്വെറ്റ് റെസിസ്റ്റൻസിനെയാണ് അവരെടുത്ത് പറയുന്നത്. സ്വെറ്റ് റെസിസ്റ്റൻസ് അത്യാവശ്യം അതാണ് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിലുള്ള ഇയർബഡ്സിനെല്ലാം നമുക്ക് ആ ഒരു സ്വെറ്റ് റെസിസ്റ്റൻസ് IPX4 റേറ്റിംഗ് ആണ് മിക്ക കണ്ടുവരുന്നത്. ഈവൻ 4000 5000 റേഞ്ചിലുള്ള ഇയർബഡ്സിന് പോലും നമുക്ക് IPX4 റേറ്റിംഗ് ആണ് കണ്ടുവരുന്നത്. സോ അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല, നല്ലൊരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. ഒരു ആഡ് ഓൺ ഫീച്ചറായിട്ട് നമുക്ക് എന്തുകൊണ്ടൊരു നെസസിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെവിയുടെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വേർപ്പ് വരുന്ന ഒരു സ്ഥലമാണല്ലോ. സോ അതുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു ഇഷ്യൂസ് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ആക്ച്വലി ആദ്യം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഇത് പെയർ ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ലുക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഇയർബഡ്സ് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ലിഡ് തുറന്ന് നമ്മൾ ആ ഒരു എന്താ പറയുക, അതിനകത്തുള്ള ടച്ച് കൺട്രോൾസ് ഉണ്ട്, ടച്ച് കൺട്രോൾ ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് രണ്ടിൻ്റെയും പ്രസ് ചെയ്ത് വെച്ചേക്കണം. ഏകദേശം 3 to 4 seconds രണ്ട് പ്രസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കുക, നേരെ ഡയറക്റ്റ്ലി കണക്ട് ആവും. പിന്നെ ഒരു പ്രശ്നവുമില്ല. കണക്ട് ചെയ്ത് ഒരു തവണ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ തവണ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഇയർബഡ്സ് ജസ്റ്റ് പുറത്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഫോൺ 2 to 3 seconds കണക്ട് ആവും. സോ കണക്ഷൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, നല്ല സീംലെസ് ആയിട്ടുള്ള കണക്ഷൻ തന്നെ ഇത് തരുന്നുണ്ട്. പിന്നെ ചിലയിടത്ത് എനിക്ക് ചെറുതായിട്ടൊന്ന് സൗണ്ട് ബ്രേക്ക് ചെയ്യുന്ന പോലെ തോന്നി. അതായത് ചിലപ്പോൾ കണക്ഷൻ ഒരു ഇൻട്രപ്ഷൻ വരുന്ന പോലെ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നോർമൽ ഇയർബഡ്സിന് അങ്ങനെ വരാറില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ. പക്ഷേ ഇതിനെനിക്ക് ചെറുതായിട്ടൊരു ആ ഒരു ഇത് തോന്നി. ആ ഒരു പോരായ്മ ഒഴിച്ച് ബാക്കി പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. അത് വളരെ 1-2 തവണയാണ് എനിക്ക് വന്നത്, മിക്ക സമയം അത് വന്നിട്ടില്ല ഞാൻ 1 week യൂസ് ചെയ്ത സമയത്ത്. സോ ചിലപ്പം അത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് അത് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ കോൾ ക്വാളിറ്റിയെ പറ്റി പറയാം. കോൾ ക്വാളിറ്റി ആക്ച്വലി ഭയങ്കര വേഴ്സാണ്, കൂടുതലൊന്നും പറയില്ല, വളരെ മോശമാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഇയർബഡ്സിൻ്റെ കോൾ ക്വാളിറ്റി വൈസ് പോരാ, മിക്കതും പോരാ. ആപ്പിളിൻ്റെ എയർപോഡ്സ് ഒക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് തരുന്നത്, ബാക്കി എല്ലാത്തിനും ആ ഒരു ക്വാളിറ്റി വളരെ മിസ്സിംഗ് ആണ്, പ്രത്യേകിച്ച് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്ത് മൈക്കാണെങ്കിൽ ആ കൂടെ അവർ 2 മൈക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ഫോണിലെ മൈക്ക് എന്ന് പറയുന്ന ആ ഒരു അടിഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വായുടെ തൊട്ടടുത്ത് വെച്ച് സംസാരിക്കുമ്പോഴാണ് ഇത്രയെങ്കിലും ഒരു ക്വാളിറ്റി കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ഇയർബഡ്സ് ചെവിയിൽ വെച്ചാണ് സംസാരിക്കുന്നത്, അപ്പോൾ ഇത്രമാത്രം ദൂരമുണ്ട് ആ ഒരു സൗണ്ടിന്. സോ നല്ലൊരു ക്വാളിറ്റി മൈക്ക് ഇല്ലെങ്കിൽ ഒരിക്കലും അത് പിക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്താണെങ്കിലും നല്ലൊരു ക്വാളിറ്റി മൈക്ക് ഇല്ലാത്തതുകൊണ്ട് മീൻസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സാണ് കൂടുതലും കേൾക്കുന്നത്. മീൻസ് നമ്മൾ ആ ഒരു വായിന്ന് വരുന്ന സൗണ്ടിനേക്കാളും ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്ത് അതാണ് കൂടുതലും കേൾപ്പിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആ ഒരു വായിലുള്ള സൗണ്ട് കുറച്ചാണ് കേൾപ്പിക്കുന്നതെന്ന് പലരും കംപ്ലയിൻറ്റ് പറഞ്ഞു. 3-4 പേരെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പോഴെല്ലാവരും പറഞ്ഞത് നമ്മൾ നോർമലി മൊബൈലിലൂടെ വിളിക്കുന്ന ആ ഒരു ക്വാളിറ്റി പോലും ഈ ഒരു ബഡ്സിലൂടെ വിളിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഒരിക്കലും ഞാൻ ഇതിന് കോൾ ക്വാളിറ്റിക്ക് വേണ്ടി മീൻസ് കോളിംഗ് പേർപ്പസിനാണ് നിങ്ങൾ ഈ ബഡ്സ് വാങ്ങുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമ്മൾ ലേറ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ നോർമൽ എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനൊക്കെ ഈവൻ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലോ അതുപോലെ ആമസോൺ പ്രൈം ആണെങ്കിലോ അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിനാണെങ്കിലോ ഇതിലൊന്നും ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. കറക്റ്റ് ആ റെസ്പോൺസ് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ഹാർഡ് കോർ ഗെയിമറാണ്, ഭയങ്കരമായിട്ട് നിങ്ങൾ ആ ഒരു പിൻ പോയിൻറ്റ് സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കറക്റ്റ് റെസ്പോൺസിൽ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കോമ്പറ്റീറ്റീവ് ഗെയിമിലൊക്കെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അങ്ങനെ നോക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇഷ്യൂ തോന്നും. പക്ഷേ എന്നാലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത്ര നല്ലൊരു റേറ്റൻസി റെസ്പോൺസ് വരുന്ന ഇയർബഡ്സ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വയറിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇയർബഡ്സ് വയർലെസ് ഇയർബഡ്സ് നോക്കുവാണെങ്കിൽ ഇത്രയും നല്ല റെസ്പോൺസ് വരുന്ന ഇയർബഡ്സൊക്കെ വളരെ കുറവാണ്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും തരുന്നത് 119 milliseconds ഒരു റെസ്പോൺസാണ് തരുന്നത്. നമുക്ക് ഡെഡിക്കേറ്റഡ് ഗെയിം മോഡ് നമുക്ക് റിയൽമി ലിങ്ക് ആപ്പിൽ നമുക്ക് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഇനേബിൾ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. വലിയ തോതിലൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല. പിന്നെ അടുത്ത വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഫീച്ചറാണ് ഈ പ്രോഡക്റ്റിൽ ഞാൻ കണ്ടത്. അതായത് ബാറ്ററി ലൈഫ് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം. കാരണം
20 hours ഓഫ് ബാറ്ററി ലൈഫാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞു സാധനത്തിൽ കിട്ടുന്നത്. 20 hours ഓഫ് ബാറ്ററി ലൈഫ്. ഞാൻ ഒറ്റയടിക്ക് പറയുന്നതല്ല, കാരണം ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഒറ്റയടിക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് 20 hours ഒന്നും കിട്ടത്തില്ല. 4 hours മാക്സിമം കിട്ടത്തുള്ളൂ. എനിക്ക് 4 hours ആണ് കിട്ടിയത്. പക്ഷേ നിങ്ങളിത് എന്താ പറയുക, ചാർജിങ് കേസിൻ്റെ ഹെൽപ്പ് കൂടെ വെച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യുവാണെങ്കിൽ മാക്സിമം ഒറ്റയടിക്ക് നിങ്ങൾക്ക് വേറെ ചാർജർ, എക്സ്റ്റേണൽ ചാർജർ യൂസ് ചെയ്യാതെ 20 hours അടുപ്പിച്ച് കിട്ടും. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ചെറിയൊരു കമ്പാരിസൺ ചെയ്യുകയാണ്. അതായത് സോണിയുടെ WF-1000XM3 എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. സോ ആ ഒരു പ്രോഡക്റ്റിന് നമുക്ക് മാക്സിമം കിട്ടുന്നത് 20 hours ആണ്. മാക്സിമം ഏകദേശം 20 hours കിട്ടുന്നില്ലെന്നാണ് പലരും പറയുന്നത്. ഏകദേശം 17 to 18 hours റേഞ്ചിലാണ് മിക്കവർക്കും കിട്ടുന്നത്. അപ്പം ആ ഒരു റേഞ്ചിൽ അത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, അത്രയും മീൻസ് കുറച്ചുകൂടെ വലിപ്പമുള്ള ഹെഡ്ഫോൺസ് ആണ്, കുറച്ചുകൂടെ വലിപ്പമുള്ള ട്രൂ വയർലെസ് ഇയർബഡ്സ് ആണത്. എന്നിട്ട് പോലും ആ ഒരു റേഞ്ച് കിട്ടുന്നത്. എന്നിട്ട് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് തരിക എന്ന് പറഞ്ഞാൽ വേറൊരു ട്രൂ വയർലെസ് ഇയർബഡ്സ് ഇല്ല, സത്യം പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് റെഡ്മിയുടെ ആ ഒരു ട്രൂ വയർലെസ് ഇയർബഡ്സ് ആണ്. അപ്പോൾ അതിന് പോലും 12 hours ആണ് മാക്സിമം അവർ ക്ലെയിം ചെയ്യുന്നത്. 12 hours. ഇപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. 8 hours അത്ര വ്യത്യാസം. ഇനി അടുത്ത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറ്റി പറയണം. ആക്ച്വലി ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ നേരത്തെ കംഫർട്ട് ആൻഡ് ഫിറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ്, ഓരോരുത്തർക്ക് ഓരോ സൗണ്ട് സിഗ്നേച്ചറാണ് ഇഷ്ടം. ചിലവർക്ക് ചില കമ്പനിയുടെ സൗണ്ട് സിഗ്നേച്ചർ ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. സോ കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ് ടോപ്പിക്കാണ്. എന്നാലും എൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ ബേസ് റെസ്പോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ബേസ് വളരെ മോശമായിരിക്കും എന്ന് വിചാരിച്ചാൽ. കാരണം പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ ബേസ് ഭയങ്കര മഡിയാക്കാൻ നോക്കും, അതായത് ക്രാക്കി ആക്കാൻ നോക്കും, ആർട്ടിഫിഷ്യൽ ആക്കാൻ നോക്കും. അതൊക്കെ വളരെ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുകയും ചെയ്യും. സോ ആ ഒരു കാര്യത്തിൽ അവരധികം ബേസിൽ എൻഫസൈസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നി. കൂടുതലും ഒരു നോർമൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് സിഗ്നേച്ചറാണ് അവർ തരാൻ നോക്കിയത്. എല്ലാം കറക്റ്റ് ആപ്റ്റായിട്ട് അവർ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ട്രബിളിൻ്റെ കേസസിലാണെങ്കിലും വോക്കൽസ് ആണെങ്കിലും ബേസ് റെസ്പോൺസ് ആണെങ്കിലും എല്ലാത്തിലും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു കറക്റ്റായിട്ട് ആ രീതിയിൽ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ആ ഒരു രീതിയിൽ സൗണ്ട് സിഗ്നേച്ചർ ഡിസൈൻ ചെയ്തത്. കാരണം ഇപ്പം നമ്മൾ ബേസിൽ നമുക്കറിയാമല്ലോ, ക്യാമറയുടെ ആ ഒരു മെഗാ പിക്സലിലെ ഗിമ്മിക്ക് പോലെയാണ് നമ്മൾ ഹെഡ്ഫോൺസിൽ വരുമ്പോഴത്തേക്കും ബേസിൻ്റെ ആ ഒരു പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബേസ് ബൂസ്റ്റഡ് ആണ്, പഞ്ചി ബേസ് ആണ്, ഡീപ്പ് ബേസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാണാം. സോ അത് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ അവർ അധികം ഫോക്കസ് ചെയ്യാത്ത, എനിക്കറിയത്തില്ല മാർക്കറ്റ് ചെയ്തൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ചെയ്ത് കാണും, മിക്ക ഹെഡ്ഫോൺസും അത് ചെയ്യും, അതുകൊണ്ട് അത് ചെയ്ത് കാണും. പക്ഷേ എന്നാലും അവർ കംപ്ലീറ്റ്ലി ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കും അത്ര അവർ ഫോക്കസ് ചെയ്യാത്തത് എന്തുകൊണ്ട് നന്നായി എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കി ഒറ്റ കാര്യമാണ് കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്നുള്ളത്. ഒരു സംശയം വേണ്ട, അടിപൊളി പ്രോഡക്റ്റാണിത്. അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വെച്ച് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആ ഒരു കാര്യം മോസ്റ്റ് ഓഫ് ദ കേസസ് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ. ബാറ്ററി ലൈഫൊക്കെ നമുക്ക് ആ ഒരു നെസസിറ്റി അറിയുന്ന ട്രാവലിലൊക്കെ പോകുമ്പോഴാണ്. പ്രത്യേകിച്ച് ഈ ട്രൂ വയർലെസ് ഇയർബഡ്സ് തന്നെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു കറക്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ട്രാവലിലൊക്കെ പോകുമ്പോഴായിരിക്കും. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിൽ ഒരു എബോവ് ആവറേജ് നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. ഏകദേശം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ടിക്ക് മാർക്ക് ഇടുന്ന രീതിയിലാണ് എനിക്ക് കാണാൻ പറ്റിയത്. ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് ഈ ഒരു മൈക്രോ USB പോർട്ടാണ്. അതുപോലെ തന്നെ പിന്നെ ആ ഒരു കോൾ ക്വാളിറ്റി എത്ര പോരാന്നുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഒരു പ്രോഡക്റ്റ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെല്ലാം ഉണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്താൽ ഭയങ്കര സന്തോഷമായിരിക്കും. സോ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.